എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലവി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ശ്രീഹരി മറിഞ്ഞു നിൽക്കുക. ഇപ്പോഴും ഇഷ്ടം തുറന്നു പറയുന്നുള്ള രീതിയിൽ. ആ സമയത്താണ് ആൻ ടീച്ചർ ഒരു ഓട്ടോറിക്ഷ വന്നത്. പെട്ടെന്ന് തന്നെ പല്ലവി പറഞ്ഞു, ഇതേ ആൻ ടീച്ചർ വന്നു, ഞാൻ പോയേക്കുവാന്ന് പറയണം. പെട്ടെന്ന് ആൻ ടീച്ചർ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ്. വേണ്ട ടീച്ചറെ, ഇറങ്ങണ്ട, ഇനി ലേറ്റ് ആയിട്ടുണ്ടെങ്കിലേ പ്രിൻസിപ്പാളിന്റെ വായിരിക്കും നമ്മൾ കേൾക്കുമെന്ന് പറയാം. അങ്ങനെ ആ ഓട്ടോറിക്ഷ കയറി പല്ലവിയും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയം സേതു വല്ലാതെ ആയിപ്പോയി. സേതു ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രീഹരി വന്നിട്ട് പറഞ്ഞു, ഇന്നും പ്രണയം പറഞ്ഞില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, പറയാൻ പറ്റിയില്ലടാ. അതെ, ഇതിനൊക്കെ ഒരു സമയകാലമുണ്ട്. ഇതിന് സമയകാലം ഉണ്ടോ? അതെ, അതിനുള്ള സമയമായിട്ടില്ല സേതു വേണ്ട, അതാ കുഴപ്പമെന്ന് പറയണം. വാ പോകാം എന്ന് പറയണം. ഈ സമയത്ത് സേതു ഞാൻ കുറുപ്പേട്ടൻ കുറെ സമയത്ത് വിളിച്ചോണ്ടിരിക്കുവാന്ന് പറയണം. ശരി ശരി, വാ പോയേക്കാന്ന് പറഞ്ഞിട്ട് അവർ നേരെ പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക് പോവാണ്. ഈ സമയത്ത് കമ്പനിയിൽ മാനേജരും പ്രതാപനും ഋതു ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഋതുവിനോട് പ്രതാപൻ ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പൊ ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി പൂർത്തീകരിക്കണം, അതിന്റെ കാര്യമുണ്ടോ മോളെ? ആ സേതുവിന്റെ കാല് പിടിച്ചിട്ട് അതിന് നടത്തണമെന്ന് ചോദിക്കും. ഇത് കേട്ട ഋതു പറഞ്ഞു, അതെന്റെ അച്ഛന്റെ സ്വപ്നമാ, അതെനിക്ക് നടത്തിയേ പറ്റുള്ളൂ എന്ന് പറയണം. എന്താണെങ്കിലും അവന്റെ കാല് പിടിക്കണ്ടേ മോളെ, അതൊന്നും കുഴപ്പമില്ലാന്ന് പറയണം. അപ്പോഴാണ് സേതുവും ശ്രീഹരി അങ്ങോട്ട് വന്നേ. സേതു വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറുപ്പേട്ടൻ പറഞ്ഞു, സേതു ഇരിക്കാൻ പറയണം. അങ്ങനെ സേതു അവിടെ ഇരുന്നു. പെട്ടെന്ന് കുറുപ്പേട്ടനോട് ചോദിച്ചു, എന്താ കുറുപ്പേട്ട എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് ചോദിക്കാം. അത് പിന്നെ ആ മുടങ്ങി കിടക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി പൂർത്തീകരിക്കാണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ടാ. അപ്പൊ അതിന്റെ പണി ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ആളെ അല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, പുതിയ ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ 2-3 കൊട്ടേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സേതുവിന്റെ സൈൻ വേണമല്ലോ എന്ന് പറയാം. ഇത് കേട്ടതും പ്രതാപം പറഞ്ഞു, നിന്റെ സൈൻ വേണം, അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാം. പെട്ടെന്ന് സേതു അവിടെ അങ്ങോട്ട് ഇരുന്നു. ഈ സമയത്ത് പിന്നീട് മാനേജറോട് ചോദിച്ചു, അല്ല ആരെ കൊട്ടേഷൻ തന്നിരിക്കുന്ന ചോദിക്കുകയാണ്. മുമ്പ് ചെയ്തിരുന്ന ആൾക്കാരാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അല്ല, ഇത് പുതിയ ആൾക്കാരാന്ന് പറയണം, ഒന്ന് കാണട്ടെ എന്ന് പറയണം. അങ്ങനെ കൊട്ടേഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞു, ഓഹോ ഇത് റേറ്റ് വളരെ കൂടുതലാണോ സ്ക്വയർ ഫീറ്റിന്? അല്ല ഇത് ആരാ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കണം. കുരിയച്ചൻ മുതലാളിയാ. കുരിയച്ചനോ? അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ലോ എന്ന് പറയാം. പിന്നീട് ചോദിച്ചു, അല്ല വേറെ കൊട്ടേഷൻ ഒന്നും കിട്ടിയില്ല, എനിക്ക് 2-3 കൂടെ ഉണ്ടെന്ന് പറയണം. അന്ന് അതൊക്കെ കാണിക്കാൻ പറയണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുത്ത് നോക്കുക. അപ്പോഴാണ് ആ ഒരു പേര് കണ്ണിപ്പെടുന്നത്, മിത്രാസ് കൺസ്ട്രക്ഷൻ. ഇത് മിത്രേട്ടനാണല്ലോ. അപ്പൊ മിത്രേട്ടൻ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഓഹോ, അപ്പൊ ഇത് സ്ക്വയർ ഫീറ്റ് നന്നായിട്ട് താത്തയെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് പറഞ്ഞതേ ഇത് മതി, ഇവരെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി, ഈ കമ്പനിയെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയണം. അല്ല ഇതൊന്നും മുമ്പേ കണ്ടില്ലായിരുന്നു എന്ന് ചോദിക്കുക. പ്രതാപ് പറഞ്ഞു, അത് വളരെ ചീപ്പ് റേറ്റിനാ, അങ്ങനെയാണെങ്കിൽ കെട്ടിന് 2 ദിവസം കൊണ്ട് നിലം പൊത്തുമെന്ന് പറയാം. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, റേറ്റ് കുറവായിട്ട് നിർത്തേണ്ട പണി അങ്ങനെ കുളത്തിലാന്നും പറയാനൊന്നും പറ്റില്ല. ഇവർക്ക് കൊടുക്കുവാണെങ്കിൽ മാത്രം ഞാൻ ചെക്കയിൽ ഒപ്പിട്ടിരും, അല്ലെങ്കിൽ ഞാൻ ചെക്കയിൽ ഒപ്പിട്ട് തരില്ലെന്ന് പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് പോവാണ്. പ്രതാപൻ അങ്ങോട്ട് ദേഷ്യ സങ്കടം വന്നു. സേതു ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം കുരിയച്ചന് കൺസ്ട്രക്ഷൻ വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തേലും ലാഭം കിട്ടുമോ, കാരണം എന്തേലും കൈമണി തരാന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്. പ്രതാപന് പറയാൻ പറ്റില്ലല്ലോ ആ കാര്യം എന്താന്നുള്ളത്, കാരണം പണം കിട്ടും എന്നുള്ള കാര്യം പ്രതാപൻ നന്നായിട്ട് അറിയായിരുന്നു. അവർ തമ്മിൽ അങ്ങനെ ഡീല് നടത്തിയിട്ടാണ് ഈ വർക്ക്സ് അയാളെ ഏൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത്. പക്ഷെ സേതു വന്നിട്ട് അതിന് തടയിടുവാണ്. പ്രതാപന് മനസ്സിലായി തന്റെ ഓരോ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ അപകടകാരിയായിട്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ള കാര്യം. പിന്നീട് ആകെപ്പാടെ ടെൻഷൻ അടിച്ചാണ് ഋതു വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് പ്രതാപനും കൂടെ ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ വെച്ച്, എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? ആ സേതു അവനെ കൊണ്ട് ഞാൻ അടുത്ത് പോയെന്ന് പറയണേ. എന്താ കാര്യം? പ്രതാപം വന്നിട്ട് പറഞ്ഞു, ഇന്ന് ആ കൺസ്ട്രക്ഷൻ കമ്പനിയില് വർക്ക് തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മുടെ എന്താണെങ്കിലും ഇനിയിപ്പോ മുടങ്ങി കിടക്കുന്ന ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇനിയിപ്പോ അത് പണി പൂർത്തീകരിക്കണമല്ലോ. അപ്പൊ സേതു വന്നിട്ട് സേതുവിന് ഇഷ്ടപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ആ വർക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഋതുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. ഋതു പറഞ്ഞു, ഞാൻ പറയുന്നതിന് ഒരു വാക്കിന് എന്റെ വിലയില്ല, പിന്നെ ഞാനെന്തിനാ അവിടെ കയറിയിരിക്കുന്നത്, അവൻ ആധിപത്യം സ്ഥാപിക്കുമെന്ന് പറയാം. ഇത് കേട്ടോ പൂർണ്ണിമ പറഞ്ഞു, സേതു അങ്ങനെ കാര്യം ചെയ്യുന്ന എനിക്ക് തോന്നില്ല, അവൻ നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായിട്ട് ലക്ഷ്യം കാണുമെന്ന് പറയാം. പ്രധാനം പറഞ്ഞു, ലക്ഷ്യമുണ്ട്, അവൻ മിക്കവാറും കണ്ടോ കമ്പനി പിടിച്ചെടുക്കുന്ന കാണാം, ഇതേ പൂർണ്ണിമേച്ചനെയും മക്കളെയും പുറത്തേക്ക് ഇറക്കി വിടുന്ന കാണാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഋതുവിനും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഋതുവും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് ശോഭ രാവിലെ മീൻ മേടിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പൊ മീൻകാരൻ വന്ന് കുറച്ച് മീനൊക്കെ ശോഭ എടുത്തു. എന്നിട്ട് എത്ര രൂപ? 150 രൂപ. 150 രൂപ? 100 രൂപ ഉള്ളൂ, ഈ പൈസക്ക് മീൻ തരാൻ പറ്റുമെങ്കിൽ തന്നാ മതി എന്ന് പറയണം. എന്റെ ശോഭേച്ചി, ഇപ്പൊ മീനിനൊക്കെ എന്താ വിലയെന്നറിയാവോ? ഇത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്നതൊന്നും അല്ല, കടലിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ല വിലയാന്ന് പറയാം. എത്ര വിലയാണെങ്കിലും കുഴപ്പമില്ല,
ദേ എൻ്റെ ഈ പൈസ ഉള്ളെന്ന് പറഞ്ഞ് ആ മീൻ തിരിച്ചു മറിച്ചു ഒന്ന് നോക്കുക. ഇത് സ്വർണം കൊണ്ടുണ്ടാക്കിയ മീനൊന്നും അല്ലല്ലോ. ഹും, അല്ലാതെ ഇതിന് ഇത്രമാത്രം പൈസ മേടിക്കാണെന്ന് ചോദിക്കുക. ശോഭച്ചേ ഇങ്ങനെ കിടന്ന് എച്ചിത്തരം പറയാതെ പൈസ തരാൻ പറയാണ്. എന്നാ വേണ്ട, എനിക്ക് നിന്റെ മീൻ വേണമെന്ന് പറഞ്ഞിട്ട് ആ മീൻ മൊത്തം ആ ബോക്സിനകത്തേക്ക് ഇട്ടിട്ട് ആ 100 രൂപ തിരിച്ചു മേടിച്ചിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. അതെ, എനിക്ക് 2 പെൺമക്കളുണ്ട്, അവരെ കെട്ടിച്ചു കൊണ്ടാന്ന് പറയണം. 2 പെൺമക്കളെ കെട്ടിച്ചുകൊണ്ടാ ഈ 100 രൂപയാണ്. എടാ, ഈ 100 രൂപയുടെ എനിക്ക് കുടുംബശ്രീയുടെ ലോൺ അടയ്ക്കാം, അറിയാവോ? നിനക്കായിരിക്കും വിലയില്ലാത്ത, പക്ഷെ എനിക്ക് 100 രൂപയ്ക്ക് വിലയുണ്ടെന്ന് പറഞ്ഞ് അതും കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാ. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും പെട്ടെന്ന് പാറു വന്ന് വെച്ചിട്ട്, അല്ല മീൻ മേടിച്ചില്ല അമ്മേന്ന് ചോദിക്കും. ആ മീൻ മേടിച്ചു, ഇത് ഈ ചട്ടി അങ്ങോട്ട് മണത്തോളം പറയണം. എന്റെ അമ്മ ഇന്നും മിക്കവാറും മുരിങ്ങയിലെ ചേമ്പുന്നുണ്ട് ആണോ? ദേ അത് കൂട്ടി അങ്ങോട്ട് കഞ്ഞി കുടിച്ചാൽ മതി, കഞ്ഞി കുടിച്ച് ഇറക്കുമെങ്കിൽ അങ്ങ് ഇറക്കിയാൽ മതി. പറഞ്ഞു കേട്ടല്ലോ. അതെ, ഈ അന്യായ വില കൊടുത്ത് എന്നും ഇറച്ചി മേടിച്ച് മീനൊന്നും മേടിച്ച് തിന്നാൻ പറ്റത്തില്ല. പറഞ്ഞു കേട്ടല്ലോ. അത് നീയൊക്കെ അങ്ങോട്ട് സമ്പാദിച്ചുകൊണ്ട് കൊണ്ടെത്തണം. എനിക്ക് 2 പേരുടെ കാര്യം നോക്കാനുണ്ട്, ആ ഒരു ഓർമ്മ നിനക്ക് വേണമെന്ന് പറയാണ്. ഇത് പറഞ്ഞിട്ട് ശോഭ അകത്തേക്ക് കൊണ്ട് കയറിപ്പോവാ. കുറേ പാറി എന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ടൂർ പ്രോഗ്രാം ഉണ്ട്, ആ ടൂറിന് പോകണമെന്ന് പറയാം. ആ ടൂറിന് പോകണം, അതിന് പൈസ വേണം അല്ലേ? അതെ പൈസ വേണമേ. ഒരു കാര്യം ചിമ്മോൾ ഇവിടെ നിൽക്കേ, ഞാൻ ആ ഉണങ്ങിയ ഇട്ടിരിക്കുന്ന പൈസ ഉണങ്ങിയോന്ന് നോക്കട്ടെ, ഇപ്പം എടുത്തോണ്ട് തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോവാ. ഈ സമയത്ത് അവിടെ ഇരുന്ന മൂതം ഭാഷ ഇരുന്ന് ചിരിക്കുവാണ്. അപ്പോഴാണ് അങ്ങോട്ട് പല്ലവി ഇറങ്ങി വരുന്നത്. പല്ലവിനെ കണ്ടതും പാറു പറഞ്ഞു, ഇത് കണ്ടോ ചേച്ചി, അമ്മ എന്നെ കളിയാക്കുന്നുണ്ടോന്ന് പറയണേ. ഇപ്പം എന്താ, മോൾക്ക് ടൂർ പോകണം അത്രയല്ലേ ഉള്ളൂ. പല്ലവി പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കുവാണ്. എന്നാ മോൾ ടൂർ പോയിട്ട് വരട്ടെ എന്ന് പറയണം. ഈ സമയം പെട്ടെന്ന് മുതം മാഷ് പറഞ്ഞു, വേണ്ട, ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുത്താലേ, അച്ഛന് പെൻഷൻ കിട്ടിക്കുമ്പോൾ അച്ഛൻ തരാന്ന് പറയണം. വേണ്ട അച്ഛാ, ആ അവള് കൊണ്ടുപോകട്ടെ, അവളുടെ ആഗ്രഹമല്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം അങ്ങോട്ട് വന്നിട്ട് ശോഭ പറഞ്ഞതേ, നീ അവളെ വഷളായി കളയുന്നേ, ദേ മര്യാദയ്ക്ക് ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പാറിനോട് പറയാ. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, വേണ്ടമ്മേ, അവള് പോയിട്ട് വരട്ടെ, അവളുടെ ആഗ്രഹമല്ലേന്ന് ചോദിച്ചോണ്ട് അങ്ങോട്ട് പോവാ. അത് മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇങ്ങനെ പൈസയ്ക്ക് അനാവശ്യമായിട്ട് ചെലവായി കളയരുതെന്ന് പറയാ. എനിക്കറിയാം അമ്മയുടെ മനസ്സിലിപ്പം എന്താന്ന്, കല്യാണമല്ലേ, എനിക്കിപ്പോഴും ഒരു കല്യാണം വേണ്ടമ്മേ. പിന്നെ പാറുവിന്റെ കാര്യം, പാറുവിനും ഇപ്പൊ കല്യാണം വേണ്ട, അവള് നന്നായിട്ട് പഠിക്കട്ടെ, പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം മതി കേട്ടോ കല്യാണം. അത് പോരെന്ന് പാറു പറയണം. അമ്പടി കള്ളി, നിന്നെ അങ്ങനെ നേരത്തെ കെട്ടിച്ചു വിടുന്നില്ലെന്ന് പല്ലവി പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പം ശോഭ എന്ന് മുഹമ്മദ് മാഷിനോട് പറഞ്ഞു, അതേ എൻ്റെ ഈ പൈസ ഇല്ലാത്തതുകൊണ്ടാ ഞാൻ പാറുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു. മുഹമ്മദ് മാഷ് പറഞ്ഞു, എനിക്കത് അറിയാൻ പാടുണ്ടോ? അല്ല, എനിക്കത് അറിയാൻ പാടില്ലേ, നിന്റെ ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നീ അത് കൊടുക്കുമെന്ന് എനിക്ക് അറിയാന്ന് പറയാ. പിന്നീട് ശ്രീഹരി ഇങ്ങനെ മുറിക്കാത്തിരിക്കും. ഒരു ചായ കിട്ടണമെങ്കിൽ എത്ര സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം, മനുഷ്യന്റെ കഷ്ടകാലം, എന്തല്ലാതെ എന്ത് ചെയ്യാനാ. അപ്പോഴാണ് അച്ചു ചായയായിട്ട് അങ്ങോട്ട് വരുന്നത്. ഇതെന്താ അച്ചു, എത്ര സമയം എന്താ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ചായ അങ്ങനെ ശ്രീഹരിക്ക് കൊടുക്കണം. അല്ല വല്യേട്ടൻ എന്തേനിക്കും കുളിക്കുവാന്ന് പറയണം. ഓ അതെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്യേട്ടനോട് പറയാവോ? എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. അല്ല കാര്യം എന്താ? അല്ല അത് പിന്നെ ഋതുവിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കില്ലെന്ന് പറയണം. ഇവിടെ വെച്ച് കുഴപ്പമില്ല, കമ്പനിയിലൊക്കെ ചെന്ന് സംസാരിക്കുമ്പോൾ ഋതുവിന് ആ പാടെ നാണക്കേടാ, അത് വല്യേട്ടനോടൊന്ന് പറയണമെന്ന് പറയും. അതാണോ? അത് അച്ചുവിന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇല്ല, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല ചിലപ്പം വല്യേട്ടന്, അതുകൊണ്ടാ. ഇനിയിപ്പം ഹരി പറയുവാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലോന്ന് പറയാം. ഞാൻ പറഞ്ഞു നോക്കാന്ന് പറയാണ്. അപ്പൊ ഇതാണ് ഈ ചായ കൊണ്ട തന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് പറയാണ് എന്നും പറഞ്ഞങ്ങോട്ട് പോവാണ് അച്ചു. ഈ സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് സേതു അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. സേതുവിനോട് പറഞ്ഞു, അതേ അച്ചു വന്നിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ. അല്ല എന്ത് കാര്യം? അല്ല ഋതുവിനോടുള്ള സമീപനത്തിന് ഇച്ചിരി മയം വരുത്തണമെന്ന്. മയം വരുത്താനാ? എന്ത് മയം വരുത്താനായിട്ട്? അല്ല അത് പിന്നെ സേതുവോടൻ എപ്പോഴും ദേഷ്യപ്പെടില്ല സംസാരിക്കുന്നത്, അങ്ങനെ സംസാരിക്കലെന്ന് അച്ചു വന്നിട്ട് പറഞ്ഞു. ഓഹോ, അപ്പൊ അതാണ് കാര്യല്ലേ? എന്നാന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. നീ ഇങ്ങോട്ട് വാടാന്ന് നമ്മൾ ശ്രീഹരിയും വിളിച്ചോണ്ട് ചെല്ലുവാണ്. അപ്പൊ അച്ചു അവിടെ നിന്ന് ടേബിളൊക്കെ തുടച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അച്ചു, നീയാണോ പറഞ്ഞേ ഋതുവിന് ദേഷ്യപ്പെടലെന്ന്? അല്ല വല്യേട്ടാ, ദേഷ്യപ്പെടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട. അതെ, ആണോ എന്തേലും കാണിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാന്ന് നോക്കൂല, മുഖം നോക്കാതെ ഞാൻ എന്തേലും വിളിച്ചു പറയുമെന്ന് പറയാം. ഈ സമയത്ത് പൂർണിമ അങ്ങോട്ട് വന്നു. പൂർണിമ വരുന്നേ സേതു കണ്ടില്ല. സേതു പറഞ്ഞു, അതിപ്പോ നീയാണ് ശരി, നിന്റെ അമ്മ പൂർണിമയാണ് ശരി എന്ന് പറയാണ്. പെട്ടെന്നാണ് പൂർണിമേനെ കാണുന്നത്. സേതു ഒന്ന് ചമ്മി. പിന്നീട് പൂർണിമ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, നിങ്ങളായിരിക്കില്ലേ മോളെ പറഞ്ഞു വിട്ടെ എന്നോട് ഋതുവിനോട് ദേഷ്യപ്പെടലെന്ന് പറയാൻ വേണ്ടിട്ട്? നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ അത്ര തരം താഴാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ലോ, നിങ്ങൾ അത്ര തരം താഴുന്ന സ്ത്രീയല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടും പൂർണ്ണിമ പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സേതു, ഞാൻ ആരോടും ഒന്നും പറയാനൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് പറയാ. പിന്നെ എനിക്ക് നിങ്ങളെ അറിയാൻ പാടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സേതു അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് സേതുവിന്റെ ഫോണിലേക്ക് പല്ലവി വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് സേതു അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പൂർണ്ണിമയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി.
പൂർണ്ണിമ മുറിയിൽ പോയി സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് അച്ചു വന്നിട്ട് പറയും, സോറി അമ്മേ, ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. പോട്ടെ മോളെ, എന്നെങ്കിലും ഒരു ദിവസം സേതുവിനെ എൻ്റെ മനസ്സിന്റെ നന്മ മനസ്സിലാവും, അന്ന് വരുമായിരിക്കും. ഇത് കേട്ടോ അച്ചു പറഞ്ഞു, മനസ്സിലെ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്ന ഒരു ദിവസം വരും. അത് ദൈവമായിട്ട് തീരുമാനിക്കണം. ദൈവമായിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലോ സേതുവേട്ടൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണകളൊക്കെ മാറുള്ളൂ എന്ന് പറയാം. ഒരു പക്ഷേങ്കിൽ അങ്ങനെ ഒരു ദിവസം വരുമായിരിക്കും അല്ലേ അച്ചു എന്ന് പൂർണ്ണിമ ചോദിക്കുക. കാരണം പൂർണ്ണിമയ്ക്ക് അത്ര ഇഷ്ടമാണ് സേതുവിനെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നീട് മിത്രന്റെ അടുത്തേക്ക് സേതു ചെല്ലുവാണ്. സേതു എന്നിട്ട് പറഞ്ഞു, മിത്രേട്ടൻ ഇവിടെ ഭയങ്കര കളികളൊക്കെയാണല്ലോ കളിക്കുന്നേക്കുക, അതെന്താടാ? ഈ സമയം അവിടെ നിന്ന് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, അല്ലേലും മിത്രേട്ടൻ ഭയങ്കര കള്ളക്കളിയാ, ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ ചെസ് കളി മൊത്തം കള്ളക്കളിയാന്ന് പറയാണ്. ശ്രീഹരി പറഞ്ഞു, അത് തന്നെ ഇച്ചിരി കള്ളത്തരം കൂടുന്നുണ്ടെന്ന് പറയും. അത് ഞാനെന്ത് കള്ളത്തരം കാണിച്ചതാ? ശ്രീഹരി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയാ. സേതു പറഞ്ഞു, അല്ല മിത്രേട്ടൻ ഞങ്ങളോട് എന്താ പറഞ്ഞ? കൺസ്ട്രക്ഷൻ കമ്പനി ഇപ്പൊ ഇല്ല, അത് പൂട്ടി എന്നൊക്കെയല്ലേ പറഞ്ഞു. അതെ, എന്നിട്ടാണോ പൊന്നുമടത്തിലേക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു ഇത് വന്നേന്ന്, കൊട്ടേഷൻ വന്നേന്ന് ചോദിക്കുക. ഓ അതാ ശിശുപാലൻ കോൺട്രാക്ടർ പറഞ്ഞിട്ടാ വെച്ചേന്ന് പറയാൻ. അന്നെങ്കിലേ അതെന്താണെങ്കിലും സേതുവേട്ടൻ അല്ല മിത്രേട്ടൻ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണമെന്ന് പറയാ. സത്യമാണോ സേതു പറയണേന്ന് വെക്കും. അതെ, സത്യമായിട്ടുള്ള കാര്യമാണ്, നല്ല രീതിയിൽ പണിയണം, ഉറപ്പായിട്ടും മിത്രേട്ടൻ തന്നെ അത് കിട്ടുമെന്ന് പറയാം. ഇത് കേട്ട് മിത്രന് ഭയങ്കര സന്തോഷമായി. എന്താണെങ്കിലും ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു വർക്ക് കിട്ടുന്നത്. വർക്കൊന്നും ഇല്ലാതെ കൺസ്ട്രക്ഷൻ കമ്പനി പൂട്ടി പോകുന്ന സിറ്റുവേഷൻ എത്തിയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം കിട്ടുന്നത്. ഭയങ്കര സന്തോഷമായി മിത്രേട്ടന്. പിന്നീട് പല്ലവിനെ വെയിറ്റ് ചെയ്ത് സേർ നിൽക്കുന്ന സമയത്ത് സിഗരറ്റ് പറഞ്ഞു, അതെ അത്രയും പരുഷമായിട്ട് പെരുമാറേണ്ട കാര്യമില്ലായിരുന്നു. അതെ ആ പൂർണ്ണിമേച്ചിയോടും അച്ഛനോടും അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് അത്ര ദേഷ്യപ്പെട്ട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അമ്മേനെ വേദനിപ്പിച്ച അവരെനിക്കാണ് വെറുതെ വിടാൻ പറ്റില്ലെന്ന് പറയാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും കാലമായിട്ട് സേതുവേണ്ട അമ്മേനെ കുറിച്ച് സേതുവേണ്ട വല്ല വിവരമുണ്ടോ? ഇല്ല, എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ സേതുവേണ്ട അന്വേഷിച്ച് കണ്ടുപിടിക്കുവാണെങ്കിലേ ഒരു പക്ഷേങ്കിൽ തെറ്റ് ചെയ്തേ ഈ പൂർണ്ണിമേച്ചല്ല സേതുവേണ്ട അമ്മ തിരിച്ചറിയുവാണെങ്കിൽ സേതുവേണ്ട എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ടോ സേതു പറഞ്ഞു, അതപ്പം അങ്ങനെയല്ലേ, ഒരു കാരണവശാലും എൻ്റെ അമ്മ തെറ്റിയിരുന്ന് എനിക്കറിയാമെന്ന് പറയാം. പക്ഷെ ശ്രീഹരി പറഞ്ഞു, അങ്ങനെയാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ സേതു നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.